കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ റേഷൻ കട ആനയെ ആക്രമിച്ചു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കട ഇന്ന് പുലർച്ചെയാണ് ആനയെ ആക്രമിച്ചത്. ലിഷോയ്, ഇത് കടയാകെ പൊളിച്ചിട്ടിട്ടുണ്ട്. എത്രത്തോളം വലിയ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? പ്രദേശവും കാട്ടാന ശല്യം അതിരൂക്ഷമായുള്ള മേഖലയാണോ? പ്ലാന്റേഷൻ മേഖലയിൽ ആനകളുടെ സാന്നിധ്യം സ്ഥിരമായി ഉള്ളതാണ്. പക്ഷേ റേഷൻ കട ആക്രമിക്കുന്ന സംഭവമൊന്നും തന്നെ ഇതുവരേക്കും ഈ മേഖലയിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയ്ക്ക് നേരെ ഇന്നലെ അർദ്ധരാത്രി ഇന്ന് പുലർച്ചയോടുകൂടിയൊക്കെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. ഈ റേഷൻ കടയുടെ മുൻഭാഗത്തെ ഷെഡ് പൂർണ്ണമായും തകർക്കുകയാണ് ഉണ്ടായത്. ആ ആളുകളെല്ലാം തന്നെ വന്ന് നിൽക്കാറുള്ള ഇടത്താണ് ആനയുടെ പരാക്രമത്തിൽ ആ തകരാർ സംഭവിച്ചിരിക്കുന്നത്. റേഷൻ കടയുടെ ഷട്ടർ പൊളിക്കാനായ ആനയ്ക്ക് കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും തന്നെ ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിക്കുകയും അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ ഈ റേഷൻ കടയ്ക്ക് അകത്ത് കയറി ആ റേഷൻ കടയിലുള്ള ധാന്യങ്ങളെല്ലാം തന്നെ എടുത്ത് കഴിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തിയേനെ. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ട്. ആദ്യമായാണ് ഈ മേഖലയിൽ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ ഈ കടയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആന വീണ്ടും ഈ മേഖലയിലെത്തി റേഷൻ കട ഒരുപക്ഷെ ആക്രമിക്കാനോ പൊളിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയാണ് അവിടുത്തെ നാട്ടുകാർ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട്. കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങാറുള്ള മേഖല തന്നെയാണ് ഈ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ മേഖല എന്ന് പറയുന്നത്. അവിടെ പല ബ്ലോക്കുകളിലായി 16-ാം ബ്ലോക്കിലൊക്കെ എല്ലാ സമയവും ആനകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഈ മേഖലയിൽ ഈ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും എല്ലാ ദിവസവും ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. പ്ലാന്റേഷൻ മേഖലയിലാണ് കാട്ടാന റേഷൻ കടയെ ആക്രമിച്ചത്.